2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ നടന്ന അമ്പ് പെരുന്നാളിനെ കുറിച്ച്. കാര്യം ഞാൻ വലിയ ബടായിയൊക്കെ അടിച്ചു, എങ്കിലും അത് ഏത് പള്ളിയിലായിരുന്നു എന്ന് പറയുവാൻ ഞാൻ വിട്ടുപോയി, സോറി. ആലുവ അടുത്ത് ചുടങ്ങവേലി സെൻറ്റ് ജോസഫ് പള്ളിയിലായിരുന്നു ആ പെരുന്നാൾ. എൻ്റെ ആ വീഡിയോ കണ്ട 1-2 ചെറുപ്പക്കാർ പിറ്റേ ദിവസം തിങ്കളാഴ്ച എന്നെ വീട്ടിൽ കാണുവാൻ വന്നു. ഞാൻ കണ്ടതിനും കേട്ടതിനൊപ്പം വേറെ ചില കഥകൾ അവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു. എറണാകുളം അതിരൂപതയിലെ ആദ്യകാല കൽതായ പിന്തിരിപ്പൻ മൂരാച്ചി എന്ന കുപ്രസിദ്ധി നേടിയ ഫാദർ ജോർജ് നെല്ലിശ്ശേരിയായിരുന്നു ചുടങ്ങംവേലി വികാരി. ദീർഘകാലമായി അവിടെ പൃഷ്ഠപ്രദർശന കുർബാന അർപ്പിക്കുവാൻ വെമ്പൽ കൊണ്ടിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾ അതിന് അനുവദിച്ചില്ല. അങ്ങനെ ദീർഘകാലം അദ്ദേഹം കുർബാന അർപ്പിക്കാതെ പള്ളിമേടയിൽ അടയിരിക്കുകയായിരുന്നു. പിന്നെ ഈയിടെ അടുത്തെങ്ങോ അദ്ദേഹത്തെ അവിടെ നിന്ന് ഏതോ കൽതായ പറുദീസായിലേക്ക് അധികാരികൾ സ്ഥലം മാറ്റി. എങ്ങോട്ടാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പകരം ഒരു വികാരി ഇതുവരെ അവിടെ വന്നിട്ടില്ല. കൊരട്ടിപ്പള്ളി മുൻ വികാരി ഫാദർ ഇടശ്ശേരി പുതിയ വികാരിയായി ചാർജ് എടുക്കും എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്ന് വരെ ചാർജ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ലിശ്ശേരി മാറിപ്പോയ നിലയ്ക്ക് ഭിത്തി നോക്കി കുർബാന അർപ്പിച്ചു കൊള്ളണമെന്നാണ് അസിസ്റ്റന്റ് വികാരി ഫാദർ അരുൺ തേരുള്ളിക്കുള്ള ഓർഡർ. ഇടവക ജനങ്ങളുടെ എതിർപ്പിനെ മാനിച്ച് അതനുസരിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അതനുസരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതോടെ അധികാരികൾ പള്ളിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പതിവ് പരിപാടി. ഈ കൽതായം എന്താണ്, 50-50 കുർബാന എന്താണ്, ഇതൊന്നും അറിയില്ലാത്ത ഒരു സാധാരണ ഇടവക സമൂഹമായിരുന്നു ഈ ചുടങ്ങംവേലി. ഇവിടെ കൽതായ വിഷം കലക്കാനും അവിടുത്തെ സമൂഹത്തെ അല്പമൊക്കെ വിഭജിക്കുവാനും ഈ നെല്ലിശ്ശേരിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരാധകരായ വിരലിലെണ്ണാവുന്ന ചിലർ ഈ ഇടവകയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് സാധാരണമാണല്ലോ. ഇനിയിപ്പോൾ ഈ വർഷത്തെ അമ്പ് പെരുന്നാളിനെ പറ്റി പറയാം. ഇക്കൊല്ലം ചുടങ്ങംവേലിയിൽ ഈ പെരുന്നാൾ നടത്തേണ്ട എന്നായിരുന്നു മുകളിൽ നിന്നുള്ള കൽപ്പന. അത് കൂട്ടാക്കുവാൻ ഇടവക ജനങ്ങൾ തയ്യാറായില്ല. പെരുന്നാൾ ഞങ്ങൾ നടത്തിയിരിക്കുമെന്നായിരുന്നു അവരുടെ നിലപാട്. അരുൺ അച്ഛൻ ആകെ വെട്ടിലായി. ചുരുങ്ങിയത് 3 ലക്ഷം രൂപ തന്നെ എങ്കിലും വേണം എളിയ രീതിയിലെങ്കിലും അങ്ങനെ ഒരു പെരുന്നാൾ തട്ടിക്കൂട്ടുവാൻ. പള്ളിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയല്ലേ, എങ്ങനെ ആ പണം ഉണ്ടാക്കും? ഇടവക്കാർ പറഞ്ഞു, അച്ഛനൊരു ചുക്കം ഭയപ്പെടേണ്ട, 3 ലക്ഷമല്ലേ ഉള്ളൂ, 3 ലക്ഷം രൂപ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റു. ഒരു തിരുനാളിന് വേണ്ടിയല്ലേ, വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളിന് വേണ്ടിയല്ലേ, പണത്തിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു. അത്ഭുതമെന്ന് പറയട്ടെ, അവർ പറയാണ്, വെറും ആഴ്ചകൾ കൊണ്ട് 5,40,000 രൂപയാണ് ജനങ്ങൾ ഈ തിരുനാളിന് വേണ്ടി സമാഹരിച്ചത്, സ്വരുക്കൂട്ടിയത്. അതുകൊണ്ട് എന്തായി? എല്ലാ വർഷത്തേക്കാളും ആഘോഷമായ ഒരു പെരുന്നാളായിരുന്നു ഈ വർഷത്തേത്. ഒന്നിനും ഒരു പിശുക്കുണ്ടായിരുന്നില്ല, പിശുക്ക് കാണിച്ചില്ല. സാധാരണ വർഷങ്ങളിൽ 3-3.5 ലക്ഷം ചിലവാക്കുന്നിടത്ത് ഏതാണ്ട് 5.5 ലക്ഷം രൂപയാണ് ഈ കൊല്ലം സമാഹരിച്ചതും ജനങ്ങൾ പൊടിച്ചതും. അടിച്ച് പൊളിച്ചോ മക്കളെ എന്നാണ് മുതിർന്ന കാർന്നോമാർ പറഞ്ഞത്. അതുകൊണ്ട് എന്തായി? ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, 1.5 മണിക്കൂർ വെടിക്കെട്ട്, പാട്ടും കൂത്തും ഡാൻസും. 5 ലക്ഷത്തിൽ ഒരൊറ്റ പൈസ ബാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് മുതിർന്നവർ പിള്ളേരോട് ഉപദേശിച്ചത്. അടിച്ചു പൊളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു വികാരി അച്ഛനില്ലാതെ അസിസ്റ്റൻ്റ് വികാരി ഫാദർ അരുണിൻ്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്തോടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ ചുടങ്ങംവേലിക്കാർ അത്യുജ്വലമായി കൊണ്ടാടി. അത്യുജ്വലം. സീറോ മലബാർ സഭാ നേതൃത്വമേ, നിങ്ങൾ ലജ്ജിതരായി തലകുനിക്കുക പ്ലീസ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ ആത്മവീര്യം കെടുത്തുവാൻ നിങ്ങൾക്കാകില്ല. അവരുടെ വിശ്വാസത്തെ തകർക്കുവാൻ നിങ്ങൾക്കാകില്ല. ഈ പെരുന്നാൾ, ഈ അടിപൊളി പെരുന്നാൾ അതിനൊരു ഉദാഹരണമാണ്. താങ്ക് യു വെരി മച്ച്.